എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷംജി ഷാജഹാൻ, റാഫാരോമ ഹോസ്പിറ്റൽ ദന്തൽ വിഭാഗത്തിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രമേഹ രോഗികളുടെ ദന്താരോഗ്യത്തെ പറ്റിയാണ്. ഓറൽ ഹെൽത്ത് ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. എന്താണ് ഈ പ്രമേഹ രോഗികൾ ദന്താരോഗ്യത്തിന് ഇത്ര പ്രസക്തി എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഷുഗർ അഥവാ ഡയബറ്റിസ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ ഷുഗറിന് പറയുന്ന മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ പോളിഡിപ്സിയ, പോളിഫേജിയ, പോളിയൂറിയ. എന്താണിത്? അധികമായി നിങ്ങൾക്ക് ദാഹം, വിശപ്പ്, അതുപോലെ തന്നെ കൂടുതലായി തവണ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത്. ഈ ഫീച്ചേഴ്സ് ഉള്ള ഒരു വ്യക്തി തീർച്ചയായും ഒരു ഫിസിഷ്യനെ കാണുകയോ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ക്രമാതീതമായി ഷുഗർ കൂടുതലാണ് എങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ മറ്റു പല അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചശക്തിയെ, നിങ്ങളുടെ കിഡ്നികളെ, നിങ്ങളുടെ നാഡീവ്യൂഹത്തെ, അതുപോലെ തന്നെ നിങ്ങളുടെ പല്ലുകളെയും പല്ലുകളെ ചുറ്റപ്പെട്ട് കാണുന്ന മോണയെയും ബാധിക്കുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ദന്താരോഗ്യത്തിൽ, അതായത് പല്ലുകളിലും മോണയിലും സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ പറ്റിയാണ്. മോണരോഗം അഥവാ പല്ലിന് ചുറ്റപ്പെട്ട് കാണുന്ന മോണയ്ക്കും എല്ലിനും ബലക്ഷയം സംഭവിക്കുകയും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുന്ന അവസ്ഥയെപ്പറ്റി. ഷുഗർ ഉള്ളവരിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ? അല്ല. നിങ്ങൾ പുകവലിയുള്ളവരിലാണെങ്കിൽ, നിങ്ങൾക്ക് പ്രായാധിക്യം മൂലം, അതല്ല എങ്കിൽ ഇതൊരു പാരമ്പര്യമായിട്ടുള്ള അവസ്ഥ കാരണം, അതുമല്ലെങ്കിൽ പുവർ ഓറൽ ഹൈജീൻ, നിങ്ങളുടെയൊക്കെ വായിൽ ഇത്തിള് കണക്കെ കട്ടിപിടിച്ചിട്ട് അഴുക്കുണ്ടോ, നിങ്ങൾക്ക് മോണരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് മോണരോഗത്തിലേക്ക് കുറച്ചുകൂടെ കടന്നു ചെല്ലാം. മോണരോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വായിൽ നിന്നും ചോര പൊടിയുക, മോണയ്ക്ക് വീക്കമുണ്ടാവുക, അതുപോലെ തന്നെ വായിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെടുക, പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുക എന്നിവയാണ്. മോണരോഗത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം തന്നെ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതാണ്. ഇത് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദന്തരോഗ വിദഗ്ധൻ്റെ ചികിത്സ നിങ്ങൾ തേടേണ്ടതാണ്. മോണരോഗത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ പല്ലുകൾക്ക് ഇളക്കം തട്ടുകയും അതുപോലെ തന്നെ പല്ലിനെ ചുറ്റപ്പെട്ട് കാണുന്ന മോണയ്ക്ക് വീക്കമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണേണ്ടതും പല്ലുകൾ ക്ലീൻ ചെയ്യപ്പെടേണ്ടതുമാണ്. ഇത്തിള് കണക്കെ പിടിച്ചു നിൽക്കുന്ന അഴുക്കുകൾ നിങ്ങൾക്ക് സ്വയം ബ്രഷ് ചെയ്യുന്നതിലൂടെ നീക്കാൻ സാധിക്കുന്നതല്ല. അത് പ്രത്യേക തരത്തിലുള്ള അൾട്രാസോണിക് സ്കെയിലിംഗ് വഴി മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ഈ അഴുക്ക് പല്ലുകൾക്ക് മുകളിലും അതുപോലെ തന്നെ മോണയ്ക്കകത്തുമായി കാണപ്പെടാം. അവ നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ വഴി നീക്കം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല്ലിൽ പിടിച്ചു നിൽക്കുന്ന ഇത്തിള് കണക്കെയുള്ള അഴുക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ഇത് മാറ്റുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു പരിധിവരെ മോണരോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവുന്നു. എന്നാൽ ഇത് ക്രമാതീതമായി കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് OPG അല്ലെങ്കിൽ പല്ലുകളുടെ മുഴുവനായിട്ടുള്ള ഒരു എക്സ്റേ എടുപ്പിക്കുകയും അതല്ല എങ്കിൽ ചെറിയ ചെറിയ എക്സ്റേകളുണ്ട്, നമ്മൾ RVG അല്ലെങ്കിൽ IOP എന്ന് പറയും, ഇതെടുത്ത് നോക്കുകയും ചെയ്യുന്നു. എല്ലിന് തേയ്മാനം സംഭവിക്കുക, അതായത് ഒരു പ്രത്യേക ലെവലിന് താഴെയായിട്ട് എല്ല് തേയ്മാനം സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പല്ലുകൾക്ക് ഇളക്കം തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഫ്ലാപ്പ് സർജറികൾ, മോണ തുറന്ന് ചെയ്യുന്ന സർജറികൾ ചെയ്യാൻ കഴിയും. അതൊരു മോണരോഗ വിദഗ്ധനായിരിക്കും ആ സർജറികൾ ചെയ്യുന്നത്. ഈ സർജറി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല്ലുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആ ഇളക്കത്തെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോണരോഗം ഉണ്ടാവാതിരിക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബ്രഷിംഗ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ബ്രഷിംഗ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിലുള്ള ബ്രഷിംഗ്, പ്രത്യേകിച്ച് എല്ലാവരും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിൽ നടത്തുന്ന ബ്രഷിംഗ് കാരണം നിങ്ങളുടെ പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കാനും അതുപോലെ തന്നെ അഴുക്ക് പ്രോപ്പറായിട്ട് നീക്കം ചെയ്യപ്പെടാതെ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേക തരത്തിലുള്ള ബ്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്കായിട്ട്, മോണയുടെ വശത്തു നിന്നും താഴേക്കായിട്ട് അഴുക്കുകൾ നീക്കം ചെയ്യുന്ന രീതിയിൽ ബ്രഷിംഗ് ചെയ്യുക. പല്ലുകളുടെ ഇടയ്ക്ക് ഉള്ള അഴുക്കുകൾ നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടി ഇന്റർഡെന്റൽ ബ്രഷ്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുക, മൗത്ത് വാഷ് ഉപയോഗിക്കുക. ഒരു 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ഒരു ദന്തരോഗ വിദഗ്ധന്റെ ചികിത്സ തേടുക. ഇതെല്ലാം നമ്മൾ മോണരോഗത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ വായിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് വായിൽ ഉണക്കനുഭവപ്പെടുക, രുചിക്കുറവ് അനുഭവപ്പെടുക, പല്ലുകളിൽ കൂടുതലായി കേടുകൾ ഉണ്ടാവുക, മുറിവുകളുണ്ട് അല്ലെങ്കിൽ പല്ല് എടുത്ത ഭാഗത്ത് ഉണക്ക് വളരെ ലേറ്റായിട്ട്, അതായത് വൂണ്ട് ഹീലിംഗ് വളരെ ഡിലേഡ് ആയിട്ട് മാത്രം സംഭവിക്കുക എന്നിവയെല്ലാം. അപ്പോൾ ഒരു ഷുഗർ പേഷ്യൻറ്റിൽ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1-2 ലക്ഷണങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് തീർച്ചയായും ഒരു ദന്തരോഗ വിദഗ്ധനെ കാണുകയും എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ട ചികിത്സകൾ തേടേണ്ടതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.